ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഒരു 5:15 ആയപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കോയമ്പത്തൂർ പോവുകയാണ് കേട്ടോ. ചേട്ടായുടെ ഓഫീസ് കോഗ്നിസെൻറ്റിൻ്റെ ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ സ്റ്റേക്കേഷനും കാണും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് തക്കലയ്ക്ക് പോകുന്നത്. അപ്പോൾ നല്ല വെളുപ്പിന് അങ്ങോട്ട് തിരിച്ച് പോവാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല മോർണിംഗ് ബ്ലീസ്, നല്ല അടിപൊളി ആകാശമൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോകാൻ തുടങ്ങി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആരിയസിൽ ഇറങ്ങിയിട്ട് നല്ല കിടിലനായിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ചേട്ടായി ദോശയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി യാത്ര അങ്ങോട്ട് തുടരാൻ പോവാണ്. ഇപ്പോഴേ ആദ്യമേ ഞാനൊരു ഡിസ്ക്ലെയിമർ തരാം. നിങ്ങളൊരു പോപ്കോൺ ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ദിസ് ഗോണ ബി എ ലോങ് വീഡിയോ. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് മേലെയുള്ള ഒരു വീഡിയോ ആയിരിക്കും. ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന ഫുൾ കോയമ്പത്തൂർ വീഡിയോ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ്. അപ്പോൾ ആൻറ്റിയുടെ പുതിയ എനിക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് തന്നതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് കുറേ നേരമായി. ഇപ്പം നമ്മൾ ഒരു റെസ്റ്റ് റൂമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല കിടിലം വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് അടിപൊളി നല്ല കിടിലം വ്യൂ ആയിരുന്നു. അപ്പം അത് മിസ്സാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് എടുത്തതാണത്. പിന്നെ ചേട്ടായിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് കുറച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് മുഖമൊക്കെ കഴുകാനും ഒരു 5 മിനിറ്റ്സ് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇത് വാളയാർ ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ് കേട്ടോ സ്ഥലം. അപ്പോൾ ഇത് നമ്മൾ വാളയാർ കേട്ടിട്ടുള്ളത് റൺവേ ഫിലിമിനകത്ത് വാളയാർ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ കുറച്ച് സ്നാക്സ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ വ്യൂ അല്ലേ, ഒന്നും കൂടെ കാണിച്ചു തരാൻ തോന്നി നിങ്ങൾക്ക്, അതുകൊണ്ടാണ് വീണ്ടും എടുത്തത്. അപ്പൊ നമ്മള് വാളയാർ ചെക്ക് പോസ്റ്റ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോയമ്പത്തൂരോട്ട് വെച്ച് പിടിക്കാം. അപ്പൊ നമ്മൾ നേരിട്ട് പോകാൻ പോകുന്നത് കോഗ്നിസെന്റിന്റെ അകത്തോട്ടാണ്. അപ്പൊ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 3.5 hours ആവുമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഏകദേശം കോയമ്പത്തൂരായിട്ടോ. ഇവിടുന്ന് ഊട്ടി 97 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. നമ്മൾ ഏകദേശം കോയമ്പത്തൂരിന്റെ ഒക്കെ അടുത്ത് ആവാറായിട്ടുണ്ട്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ അടാറ് വെയില്. സൂര്യഭഗവാൻ ഇത് എന്താ പറ്റിയെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. അമ്മാതിരി വെയില്. കോയമ്പത്തൂരൊക്കെ ലാസ്റ്റ് ടൈം വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇപ്പൊ ഭയങ്കര കൊടും വെയിലായിരിക്കും എല്ലായിടത്തും. ഓരോടത്തും ഒരു തണുപ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമ്മള് കോഗ്നിസെന്റിന്റെ IT പാർക്കിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫോർമാലിറ്റി അറിയത്തില്ല. ഇനി ഇവിടുന്ന് നമ്മൾ പാസ് മേടിച്ചിട്ട് പോകണോ ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഈ ഫംഗ്ഷന് വരുന്ന എല്ലാവർക്കും നേരിട്ട് അകത്ത് പോകാം, അകത്തു നിന്നാണ് നമുക്ക് പാസ്സൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇവിടുന്ന് കോഗ്നിസന്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ മെയിൻ ഗേറ്റിന്റെ അടുത്ത് എത്തി. ഞാൻ ഇതിനു മുമ്പ് കോഗ്നിസന്റ് ഫ്രണ്ടിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അകത്തൊന്നും കയറാൻ അവിടെ അലൗഡ് അല്ല. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കോഗ്നിസന്റിന്റെ അകത്ത് പോകുന്നത്. ഞാൻ ചെന്നൈയിലുള്ള കോഗ്നിസന്റിന്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് പാസ് മേടിക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടായിക്ക് ഓൾറെഡി ഐഡിയ ഉണ്ട്. കൂടെ വരുന്ന ആൾക്ക് ഗസ്റ്റിന്റെ പാസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴുത്തിൽ തന്നെ ഇട്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അങ്ങനെയുള്ളവരെ മാത്രമേ അകത്ത് അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. ഇവരുടെ എല്ലാവരുടെയും എംപ്ലോയീസിന്റെ ഫാമിലി ഇപ്പോൾ കുറേ നാളായിട്ട് ഇവർ വർക്ക് ഫ്രം ഹോം ഒക്കെ അല്ലേ. അപ്പോൾ എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ ചേട്ടായി ഈ പ്രോജക്റ്റിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഉള്ള എല്ലാവരെയും ഒന്നും അറിയത്തില്ല പുള്ളിക്കാരന്. ജസ്റ്റ് കോളിലൂടെ ഉള്ളതൊക്കെ സീനിയേഴ്സിനെ മാത്രമേ പുള്ളിക്കാരനെ അറിയത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പിള്ളേരെ ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എത്തി. അവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യമേ അവർ ഫുഡിന്റെ പാസ് മേടിച്ചു വെക്കാൻ പറയും. അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ. കുറേ ഡാൻസും ഇവിടുത്തെ കോഗ്നിസന്റ് കോയമ്പത്തൂരുള്ള അവിടുത്തെ എല്ലാ പിള്ളേരുടെയും ഡാൻസ്, അങ്ങനെ ഒരുപാട് പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വരുമ്പോൾ തന്നെ പോപ്കോൺ ഒക്കെ ഉണ്ട്, പിന്നെ പിള്ളേർക്ക് ബലൂണ്, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ അവർ ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൊച്ചുങ്ങളൊക്കെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എന്തുവാ നടക്കാൻ പോകുന്നതെന്ന് തന്നെ ആക്ച്വലി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നാണ് നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ഡാൻസും പരിപാടികളും ഒക്കെയാണ് സംഭവം ഉള്ളതെന്ന്. അപ്പോൾ നല്ല രസമായിരുന്നു മൊത്തത്തിൽ കണ്ടിരിക്കാൻ. ഒരു 2 മണി വരെ ഉണ്ടായിരുന്നു ടോട്ടൽ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പൊ ഇവരൊക്കെയാണ് കേട്ടോ സീനിയേഴ്സ്. ലാസ്റ്റ് എല്ലാവരുടെയും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ചേട്ടായി ഉണ്ട് ഇതിനകത്ത്, പക്ഷെ എല്ലാവരും വൈറ്റ്, പുള്ളിക്കാരൻ മാത്രം ബ്ലാക്ക് ഡ്രസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല കിടിലം ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം. നമ്മുടെ സ്റ്റേ വെൽക്കം ITCയിലാണ്. അതൊരു ബിസിനസ് ഹോട്ടലാണ്. അപ്പൊ ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. റിസോർട്ട്, ഹോസ്റ്റൽ, ബുട്ടീക്ക് ഹോട്ടൽസ്, സ്യൂട്ട് മോട്ടൽസ്, പിന്നെ കസിനോ ഹോട്ടൽസ്, ബിസിനസ് ഹോട്ടൽസ്. അപ്പൊ നമ്മൾ പോകുന്ന വെൽക്കം ITC ഒരു ബിസിനസ് ഹോട്ടലാണ്. ഇതിനു മുമ്പേ നമ്മൾ ഒരിക്കൽ പോയപ്പോൾ കോയമ്പത്തൂർ സ്റ്റേ ചെയ്തത് വിവാന്തയിലായിരുന്നു. വിവാന്ത. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ആ എൻട്രിയും ഫസ്റ്റ് ആ ഒരു പോകുന്ന ഫസ്റ്റ് ഹോൾ ഏരിയ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ റൂം വളരെ ചെറുത് ടൈപ്പ് ഓഫ് ആണ്, ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ റൂമും നമുക്ക് ഫെസിലിറ്റീസും ഭയങ്കര ഗ്രാൻഡ് ആണ്. പക്ഷെ ആ എൻട്രി സ്ഥലത്ത് അത്ര ഗ്രാൻഡ്നെസ് ഒന്നുമില്ല. ഒരു സാധാ ഒരു ഹോട്ടൽ, ബട്ട് ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്.
അപ്പം നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ 2:30 ചെന്നു. അപ്പോൾ നമ്മുടെ റൂം റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു പോയിട്ട് അവർ തന്നെ ഹോട്ടലിൻ്റെ ഇതായിട്ട് കോഫിയും ടീ ഒക്കെ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് റൂം റെഡി ആവും. അപ്പോൾ നമ്മൾ അടുത്തത് ഇനി കോഫിയൊക്കെ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫുഡ് സെക്ഷൻ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈവനിങ് ടീയും കോഫിയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാൻ കോഫിയാണ്, ചേട്ടായി ടീ ആണ് കേട്ടോ പറഞ്ഞത്. ചേട്ടായി ഭയങ്കര ടയേർഡാണ്, ബിക്കോസ് ആക്ച്വലി ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഇനി റൂം ചെക്ക് ഇൻ ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ഉറങ്ങണം. ഇന്ന് ഹോട്ടലിലെ ഡിന്നർ ടൈമിൽ ഒരു പാർട്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതും അറ്റൻഡ് ചെയ്യണം, ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതിനു മുമ്പ് പുള്ളിക്കാരന് കുറച്ചെങ്കിലും ഉറങ്ങണം. ചേട്ടായി ടയേർഡായി തലവേദനയൊക്കെ എടുക്കുന്ന ഒരവസ്ഥയിലായി ഉറങ്ങാത്തതുകൊണ്ട്. ആക്ച്വലി കോഗ്നിസന്റിൽ ഇന്ന് അവിടെ നിന്ന് എല്ലാവരും ഇതേപോലെ നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം ഫുൾ അവിടെ അറ്റൻഡ് ചെയ്തത്. എല്ലാവർക്കും ആ ഒരു ഉറക്കക്ഷീണവും കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാമിന് അതിൻ്റെ ഒരു കുറവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നല്ല കിടിലൻ കോഫി എല്ലാം കുടിച്ചതിന് ശേഷം നമുക്ക് റൂം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ റൂമിലോട്ട് പോകാൻ പോവാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിന് ഓരോ പേരാട്ടോ. വെൽക്കം കഫേ, കോവൈ, കോട്ടൺ, അങ്ങനെ ഓരോന്നിനും ഓരോ പേരൊക്കെയാണ്. അപ്പോൾ നമുക്ക് റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ റൂം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ചേട്ടായി. ഉറങ്ങാലോ എന്ന് വിചാരിച്ച് ഓടി ഓടി പോവുകയാണ്. നമുക്ക് 12th ഫ്ലോറിലാട്ടോ ഹോട്ടൽ കിട്ടിയത്, 1214 നമ്മുടെ റൂം നമ്പർ. ഇങ്ങനത്തെ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഇനി ഇതേപോലത്തെ ലോങ് വീഡിയോ ഇടുക. യൂഷ്വലി ഞാൻ എപ്പോഴും ഇടുന്നത് ഒരു ഷോർട്ട് വീഡിയോസ് ആണ്, ലൈക്ക് ഒരു 5 minutes, 10 minutes, 15 minutes, അതിൽ കൂടുതലൊന്നും ഇടാറില്ല. അപ്പോൾ ദിസ് വിൽ ബി ദ ഫസ്റ്റ് വ്ളോഗ്. ഇത്രയും ലോങ് ആയി പോകുന്നൊരു ആദ്യത്തെ വ്ളോഗായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഇനി ഞാൻ അടുത്തത് നമുക്ക് റൂം ടൂർ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ലഗേജ് വെക്കാനുള്ളൊരു സ്ഥലമാണ്. റൂമൊക്കെ അടിപൊളിയാണ്. കയറുമ്പോൾ തന്നെ ഒരു ലോങ് കണ്ണാടിയും ഒക്കെ കിടിലനായിട്ടുണ്ട്. ഇവിടുത്തെ ഓപ്പൺ ബാത്റൂമാണ്. എന്ന് വെച്ചാൽ ആക്ച്വലി വെളിയിൽ നിന്നെല്ലാം കാണാൻ പറ്റും, അങ്ങനത്തെയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ പക്ഷേ ഇതുണ്ട്, ഷീൽഡ്സ് ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ യൂസ് ചെയ്യേണ്ടാത്തവർക്ക് യൂസ് ചെയ്യേണ്ട, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഷീൽഡ് ഇടാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് ഓപ്പൺ ബാത്റൂംസ് ആണ്. ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു കിടിലൻ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ വില അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ചോക്ലേറ്റിൻ്റെ വില 370 rupees ആയിരുന്നു. പിന്നെ കോഫി ബാർ, അതിൻ്റെ ഷുഗർ, അങ്ങനത്തെ സംഭവം, പിന്നെ സ്നാക്കായിട്ട് കുറച്ച് ബിസ്ക്കറ്റ്സ്. അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് അവർ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് ആ വില നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ചോക്ലേറ്റ് ഞാൻ പൊക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിന്നർ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ചേട്ടാ ഈ കറുത്ത ഡ്രസ്സിൽ നിന്ന് വെളിയിലേ ഇറങ്ങുന്നില്ല ആക്ച്വലി. അപ്പോൾ ഇത് ഡിന്നർ ടൈമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു പാർട്ടി ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇതേപോലത്തെ പാർട്ടീസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പാർട്ടി കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു സൂഷിയൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവിടുത്തെ മെനുവിൽ സൂഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സൂഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, സൂപ്പറായിരുന്നു. പ്രോൺസ് എല്ലാം വരുന്നത്. ഞാൻ ഒരു കൊറിയൻ K-drama ഫാൻ, BTS ഫാനൊക്കെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കൊറിയൻ ഫുഡൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ജാപ്പനീസ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. അപ്പോൾ അവിടെ ആണെങ്കിൽ പാട്ടിക്കകത്ത് ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ കേട്ടു, പിന്നെ വെളിയിലിറങ്ങി.
ഇതെല്ലാം ലൈവ് കണ്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോയി പറയുവാണെങ്കിൽ അവർ ലൈവായിട്ട് അത് അസംബിൾ ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. ഇത് പാസ്ത മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ മുന്നിൽ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓ ആക്കേ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ നമുക്ക് ഏതാണോ വേണ്ടുന്നത് പാസ്ത സെലക്ട് ചെയ്ത് നമുക്കത് ഫുള്ളി ടോട്ടലി ഉണ്ടാക്കുന്നത് ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബട്ടറിനകത്ത് ഗാർലിക് ഇട്ടു, ആദ്യമേ ചോപ്ഡ് ഗാർലിക്. ഞാൻ പറഞ്ഞത് വൈറ്റ് സോസ് പാസ്തയായിരുന്നു. അപ്പോൾ അതിനകത്ത് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഒരു 5 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. അവർ അപ്പം തന്നെ അത് ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ തരും. നമുക്ക് വേണ്ടുന്ന ഏതാണോ വെജിറ്റബിൾസ് ഇനി അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അത് അതിനകത്തോട്ട് ആഡ് ചെയ്യും. അപ്പോൾ അത് ഇതിനകത്തോട്ട് പിന്നെ ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ക്രീം ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് ചീസ് ഇട്ട് കൊടുക്കും ഇതിനകത്തോട്ട്. ചീസ് എല്ലാം കുറച്ച് ക്രീമി ആയതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 2, 3, 4 ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാസ്തയാണ്. ഇതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ TV ഷോസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് മതിയെന്ന്. ഇതിനൊരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. ഞാൻ ഇതിനകത്തോട്ട് വേറെ പറഞ്ഞത് മഷ്റൂംസ് ആണ് കേട്ടോ. അപ്പോൾ നിറയെ മഷ്റൂംസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ബ്രോക്കോളി, ക്യാരറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ക്യാരറ്റ് ഇടാൻ പറഞ്ഞില്ല. കോണൊക്കെ ആക്ച്വലി എല്ലാവരും പ്രിഫർ ചെയ്യും. എനിക്ക് കോൺ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോൺ വാങ്ങിയില്ല. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലനായിട്ടുള്ള സോഫ്റ്റ് ക്രീമി പാസ്ത. ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫിൻ്റെ ഒരു ഫുൾ റെസിപ്പി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഫുൾ അത് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അവർ ടോപ്പിംഗ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് തരികയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡക്കാണ് ഇത് കേട്ടോ. ഡക്ക് ചിക്കൻ എല്ലാം എടുത്തിട്ട് നമ്മൾ കുറച്ചേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ടാക്കോസ് ആണ്. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ ഫുഡാണ്. ടാക്കോസ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ചേട്ടാ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. പുള്ളിക്കാരനെ എന്താണെന്നേ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ടാക്കോസ് ആണെന്ന്. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ എങ്ങനെയാണെന്ന് അവർ ലൈവ് കൗണ്ടറിനകത്ത് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതെല്ലാം ആഡ് ചെയ്ത് സ്പൈസി അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് തരും. അങ്ങനെ അത് കൂടെ കഴിച്ചു. നമ്മൾ ആക്ച്വലി ഓരോ ലൈവ് കൗണ്ടേഴ്സ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സൂഷി, പിന്നെ ഇത് റിസോട്ടോ ആണ്. അപ്പോൾ ഞാൻ ഈ റിസോട്ടോയാണ് കഴിച്ചത്. ചേട്ടായി നല്ല സ്പൈസി റിസോട്ടോ, ചിക്കൻ റിസോട്ടോയാണ് കഴിച്ചത്. ഗോസ് കോർമ ആണ് പുള്ളിക്കാരൻ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതെല്ലാം ഒന്ന് ട്രൈ ചെയ്തു. ഇടയ്ക്ക് എന്നിട്ട് വീണ്ടും നമ്മൾ പാർട്ടി സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ആൾക്കാർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അവിടെ ലൈവായിട്ട് സ്റ്റാർട്ടേഴ്സൊക്കെ കയ്യിൽ കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഈ ഹോളിനകത്ത് ലിക്കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ ഫാൻസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വലുതായിട്ട് വരാതിരുന്നത്. പിന്നെ കുറച്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നമുക്ക് ചേട്ടായി അതിൻ്റെ അതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഓരോന്നൊക്കെ കാണിക്കുക, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കുപ്പിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഒരു ചിരി കുപ്പി എടുത്തിട്ട്, അയ്യ. അപ്പം നമ്മൾ പോയി നല്ല ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ന്യൂഡിൽസിൻ്റെ ലൈവ് കൗണ്ടറിലോട്ട് പോയിരിക്കുകയാണ്. ഈ കിടക്കുന്നത് ലോട്ടസിൻ്റെ സീഡാണ് കേട്ടോ. ലോട്ടസ് സീഡിനാണ് ഈ സ്മോൾ ഹോളുള്ള വൈറ്റ് സംഭവത്തിൻ്റെ പേര് ലോട്ടസ് സീഡാണ് കേട്ടോ. അപ്പോൾ ലൈവ് കൗണ്ടറിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഫ്രൈഡ് റൈസ് പോലെ എടുക്കാം, നൂഡിൽസ് പോലെ എടുക്കാം. അതെന്താണോ വേണ്ടത് അതനുസരിച്ച്. കൊറിയൻ ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ബ്ലാക്ക് കളർ നൂഡിൽസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു ഇത് മതി കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്രൈഡ് റൈസ് വേറെ ആർക്കും ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് കളർ നൂഡിൽസ് ഇല്ലേ, അതാണ് പറഞ്ഞത് ചേട്ടായിക്ക് വേണ്ടിയിട്ട്. ഇടയ്ക്ക് ആ ഹോളിൽ പോയിട്ട് നമ്മൾ പാട്ടൊക്കെ കേട്ടോ. അവിടെ നല്ല ലൈവായിട്ട് നല്ല ഇംഗ്ലീഷ് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം നമ്മൾ ലാസ്റ്റ് ഡെസേർട്ടൊക്കെ എല്ലാം എടുത്തിട്ട് നമ്മുടെ ഡിന്നർ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ മില്ലറ്റിൻ്റെയൊക്കെ സ്വീറ്റ് ഉണ്ടായിരുന്നു. അവർ കുറച്ച് ഹെൽത്തി ആയിട്ട് കുറച്ച് ഡെസേർട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ചേട്ടാ എന്തൊക്കെയോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പട്ടിക്കാട്ട് വെളിയത്ത് ഇത് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ ആയിട്ടോ. അപ്പം ചായയൊക്കെ ചേട്ടായിക്ക് ഇട്ട് കൊടുക്കുകയാണ്. എവിടെ പോയാലും നമുക്ക് ഈ പണി തന്നെയാണല്ലോ. അപ്പം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഈ മനുഷ്യൻ ഈ ഡ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലയോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഉള്ളതാണ്, ഈ മനുഷ്യൻ ഈ ഡ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ഫ്രൂട്ട്സ്, ബനാന സാൻഡ്വിച്ച്, ഷേക്സ്, പിന്നെ ടീ, കോഫി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബോയിൽഡ് എഗ്ഗ്, പോർക്ക്, ബേക്കൺ, അങ്ങനത്തെ ചിക്കൻ കട്ട്ലറ്റ്, ചിക്കൻ നഗറ്റ്സ്, പിന്നെ സോസേജസ്, പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയിട്ടുള്ള കറികൾ, ബ്രെഡ് ടോസ്റ്റ്, പാൻ കേക്ക്, അങ്ങനെ മോസ്റ്റ്ലി എല്ലായിടും നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം അങ്ങോട്ട് ബ്രിഷ്ടാൻ അങ്ങോട്ട് കഴിച്ചു. ഇല്ല, ലോറി ഇടിച്ചവനെ വിക്സ് മണപ്പിക്കാൻ കൊടുക്കരുതെന്ന് പറയുന്ന പോലെ എല്ലാം കുടിച്ചിട്ട് അതിന് പകരം ഒരു കപ്പ് ഗ്രീൻ ടീ അങ്ങോട്ട് എടുത്ത് കുടിച്ചു. എല്ലാം അങ്ങോട്ട് ഡൈജസ്റ്റ് ആവണേ എന്നുള്ള മട്ടിൽ. ആക്ച്വലി നമ്മുടെ ചെക്ക് ഔട്ട് ടൈം 12 ആയിരുന്നു. അപ്പോൾ ചേട്ടായി ഒരു 1 2 വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ അവർ ചോദിച്ചു. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര അടിപൊളിയായിരുന്നു. ഹായ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്തു. ഇന്നത്തെ വീഡിയോ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തു, റെഡിയായി. കുറച്ച് നേരം ഉറങ്ങി, ചേട്ടായി ഉറങ്ങി. ഇപ്പോൾ ചേട്ടായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുളിച്ചു, ഒന്ന് റെഡിയായി. ഇനി അപ്പം പോകാൻ ഒരു 1:30 നമ്മൾ ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളങ്ങ് തക്കളി എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി പോകും. തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല, അതിനി എപ്പോൾ ശരിയാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതാണ്. ചിന്ന കഴിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ ഇറങ്ങി കേട്ടോ. ബാഗെല്ലാം ഓൾറെഡി നമ്മൾ ആള് വന്ന് പിക്ക് ചെയ്ത് താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നല്ല സൂപ്പർ സ്റ്റേ ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഈ ട്രിപ്പ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഹോട്ടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഹോസ്പിറ്റാലിറ്റി. എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു അതിൻ്റെ രീതിക്ക് അവർ നിൽക്കും. നല്ലൊരു ഹോട്ടലാണ് ഒരു സ്റ്റേക്ക്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഇറങ്ങുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം ഇനി വയറ്റിൽ അത്ര സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരിട്ട് ഇനി അങ്ങ് തക്കലിലോട്ട് നിർത്താതെ പോകണം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ചേട്ടായി നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഉറക്കമൊന്നും പ്രോബ്ലം ഒന്നുമില്ല. സോ നമ്മളങ്ങനെ തക്കലയ്ക്ക് ഒറ്റയടിക്ക് പോകാമെന്നാണ്. അപ്പോൾ ഇവിടുന്ന് 8 hours ഉണ്ട് ടോട്ടലി. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂരിനോട് ടാറ്റ പറഞ്ഞ് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവാണ്.
ഇടയ്ക്ക് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കേണ്ട സമയമൊന്നുമില്ല, നല്ല നട്ടുച്ച നേരമാണ്. അപ്പോൾ ചേട്ടായി ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാം ബാത്റൂമിലൊക്കെ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെയിലാണ്. ഈ വെയിലത്ത് ചായ കുടിക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അമ്മാതിരി ചൂടാണ്. ഞാൻ ലെമൺ ജ്യൂസാണ് പറഞ്ഞത്, പക്ഷെ അത്ര നല്ലതല്ലായിരുന്നു. അവർ ഓൾറെഡി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന എങ്ങാണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതുവരെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ലൈക്ക് 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ യൂഷ്വലി ചെന്നൈയിൽ നിന്ന് പണ്ട് നാട്ടിലോട്ട് വരുമ്പോൾ ക്യാപ്സി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഫുഡ്, അവിടെ നല്ല ഫുഡാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ക്യാപ്സിയുടെ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയോണ്ട് നമ്മൾ ക്യാപ്സിയുടെ റൂട്ടെല്ലാം കണ്ടുപിടിച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ ക്യാപ്സി എത്തിയിട്ടുണ്ട്. ക്യാപ്സിയുടെ പറയാൻ അറിയാത്ത ഒരു ഇത് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വ്യൂ ആണ് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട്, സൈക്കിള്, റൈഡുകൾ, നല്ല രസമാണ്. ടോട്ടലി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ അടിപൊളിയാണ്. പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ആളേ ഉണ്ടാകത്തില്ലായിരുന്നു, ഒരു കാറെങ്ങാനായിരിക്കും മോസ്റ്റ്ലി കാണാറ്. ഇപ്പം ഭയങ്കര ബിസി ആയിട്ടുണ്ട്. ഹോട്ടൽ എന്തായാലും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. അങ്ങനെ നമ്മൾ നല്ല ചിക്കൻ ഫ്രൈ ഒക്കെയാണ് പറഞ്ഞത്. ചിക്കൻ ഫ്രൈ, ഓംലേറ്റ്, അതേപോലെ നൂഡിൽസ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് തവ ഫിഷാണിത് കേട്ടോ, സൂപ്പറായിരുന്നു. പക്ഷേ ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി ആണിത്. എന്നാലും നല്ലതായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ ഹോട്ടലിൻ്റെ ബ്രാഞ്ചസ് ഗുരുവായൂരൊക്കെ ഉണ്ടെന്ന് ഇതിനകത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഗുരുവായൂർ ഹോട്ടലിൻ്റെയൊക്കെ നമ്പർ. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ പോവുക. ഇത് ക്യാപ്സി ഹോട്ടൽ. ഇപ്പം ഞങ്ങൾ കയറിയിരിക്കുന്നത് ഇത് നാഗർകോവിൽ തക്കലൈ മിഡിലുള്ള, നാഗർകോവിലല്ല, കന്യാകുമാരി, നമ്മൾ മധുരയിൽ നിന്ന് വരുമ്പോൾ ഉള്ള നാഗർകോവിലിന് മുന്നേ ആണ് ഈ ഹോട്ടൽ ഉള്ളത്. അപ്പം നിങ്ങളൊക്കെ വരുവാണെങ്കിൽ കയറാൻ ട്രൈ ചെയ്ത് നോക്കണം. ഫുഡെല്ലാം സൂപ്പറാണ്. ഈ വ്ളോഗ് മോസ്റ്റ്ലി ട്രാവൽ, ഫുഡ്, സ്റ്റേ എല്ലാം കൂടെ ചേർത്ത്, പിന്നെ മോസ്റ്റ് ഓഫ് ദ കാര്യം ഫുഡായി പോയെന്ന് തോന്നുന്നു. ഫുഡാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ നമ്മുടെ എറണാകുളം, കോയമ്പത്തൂർ ടോട്ടൽ വ്ളോഗ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.